ഒരു പാട്ട് കേൾക്കാം. അതേ പാട്ട് പാടുന്നതിനായി രേഷ്മ സിസ്റ്ററിന്റെ മാതാവ് സൂസൻ സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. താങ്ക് യു സിസ്റ്റർ. ദൈവത്തിന് പാവനരൂപാ ഭാഗ്യമാം ദേവദേവാ മോഹനവാരിധി തന്നിൽ കേവലം വലയുന്ന മോഹനവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാനൗകയാം പരമേശ ഭാഗ്യമാം ദേവദേവാ ലോകവും അതിലുള്ള സർവവും നിജവാക്കാൻ ലോകവും അതിലുള്ള സർവവും നിജവാക്കാൻ ചാലവേ പടച്ചൊരു ദേവനായക വന്നേ ചാലവേ പടച്ചൊരു ദേവനായക വന്നേ ഭാഗ്യവാൻ ദേവദേവ പാവനരൂപ ഭാഗ്യവാൻ ദേവദേവ ക്ഷാമസങ്കടം നീക്കി പ്രാണികൾക്കനുവേല ക്ഷാമസങ്കടം നീക്കി പ്രാണികൾക്കനുവേല ക്ഷേമജീവിതം നൽകും ദേവ ഭാഗ്യവാൻ ദേവദേവ വലയിൽ ഞാനാകവി ചുഴലായ്വാൻ വയലിൽ ഞാനാകവി ചുഴലായ്വാൻ പാപനാശനാനിൽ കയ്യിലേക്കണേ നിത്യവും ഭാഗ്യവാൻ ദേവദേവ ധർമ്മരക്ഷണം ചെയ്യുവാൻ ധർമ്മരക്ഷണം ചെയ്യുവാൻ കർമ്മമേന്തിയ സർവദാ നമസ്കാരം ഭാഗ്യവാൻ ദേവദേവ നിത്യജീവനെന്നുള്ളിൽ സത്യമായുള്ള വാക്കാൻ നിത്യജീവനെന്നുള്ളിൽ സത്യമായുള്ള വാക്കാൻ നിത്യാനന്ദജന്മം നഷ്ടം ചെയ്തെടുക്കാൻ ഭാഗ്യവാൻ ദേവദേവ ദീനരിൽ കനിവേറും പ്രാണനായക ഭൂതി ദീനരിൽ കനിവേറും പ്രാണനായക ഭൂതി പ്രാണനാൾ തരുമുമ്പിൽ നീതാവണേ ഭാഗ്യവാൻ ദേവദേവ പാവനാത്മനേ പാവനാം ദേവദേവ ഭാഗ്യവാൻ ദേവദേവ പാവനരൂപ ഭാഗ്യവാൻ ദേവദേവ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായി നമുക്ക് സന്തോഷം പകരുന്ന ഒരു പാട്ട് അപ്പൊ ഇന്ന് സന്ധ്യാസനം കേൾപ്പാൻ തക്കമിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ലോകത്തെയും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നിത്യജീവൻ വരുവാൻ കാലവരെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിത്യ നരകത്തിന് അഥവാ പാതാളത്തിന് ഹല്ലേലൂയ വിധിക്കപ്പെട്ട നമ്മെ ദൈവത്തിന് സ്തോത്രം വീണ്ടെടുത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം സ്വർഗ്ഗത്തിൽ നമ്മുടെ പേരെഴുതി ദൈവമക്കളാക്കി തീർത്ത ആ മഹാസ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം ധ്യാനിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദാസ്യ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ ധാരാളമായി ആ ദൈവത്തിന്റെ സ്തോത്രം കർത്താവിന് വേണ്ടി പാടുവാൻ തക്കണം. സ്വർഗം കൃപ ചെയ്യട്ടെ. ഇവിടെ ആയിരിക്കുന്ന മക്കളെയും കുടുംബമായി അനുഗ്രഹിക്കുമാർക്കവരെ കൊടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ആ ദൈവനാമത്തിന് കാരണമായി തീർത്തുകൊണ്ടിരിക്കുന്നു. ആ നാളുകളിൽ പുതിയ അഭിഷേകം പുതിയതും പകർന്ന് അനേരെ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ അതായത് മുഖാന്തരമാക്കി തീർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പാട്ടുപാടിയ ദൈവത്തിന് സ്തോത്രം. സൂസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം സൂക്ഷിക്കുന്ന കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ റോയ് വാർത്തനത്തെ ഓർത്ത് ഇപ്രേരണ തന്നെ ഓർത്ത് പ്രേരണയായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമപിതാവേ, കർത്താവേ, ഈ രാത്രി സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ പരദേശികളായി പാർക്കുവാൻ തന്നെ ഈ കൂടാരത്തിൽ കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ, അവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ, വിവിധ സ്റ്റേറ്റുകളിൽ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, അപ്പച്ചാ ഇങ്ങനെ പാടുവാൻ കർത്താവേ, പാട്ട് കേൾക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ, വചനം കേൾക്കുവാൻ കർത്താവേ, ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവെ തന്ന ഈ പ്രയർ ലൈനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതിന് തുടക്കമിട്ട കുടുംബത്തെ അവിടുത്തെ രക്തത്തിൽ മുദ്ര വെച്ച് കർത്താവേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാട്ടുപാടിയ മമ്മിയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, അപ്പച്ചാ ഹല്ലേലൂയ. ഒരു പഴയ പാട്ട് കർത്താവേ, ഇവിടുത്തെ വാഗ്ദത്തങ്ങളെ കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ കാണിക്കുന്ന പാട്ട് കേൾക്കുവാൻ കർത്താവേ സഹായിച്ചല്ലോ. ദൈവമേ, നീ ബലപ്പെടുത്തിയല്ലോ, നീ ശക്തീകരിച്ചല്ലോ. തുടർന്നും കർത്താവേ നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ കർത്താവേ. മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം നീ അനുഗ്രഹിക്കണമേ നിനക്ക് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ലീഡ് ചെയ്യുന്ന ദൈവദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ മേലും കർത്താവ് കരം നീട്ടണമേ. പുത്തന വിഷയം മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വചനം സംസാരിക്കുന്ന കർത്താവേ, ദൈവദാസനെ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ശരീരാത്മദേഹികളെ ബലപ്പെടുത്തണമേ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത അവിടുത്തെ വചനത്തിന്റെ മർമ്മങ്ങൾ കർത്താവേ, അധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മനിർവോട് ഞങ്ങളോട് വിളിച്ചറിയിക്കുമ്പോൾ കർത്താവേ, വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ കർത്താവേ, അതിന് പ്രകാരം ജീവിക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ, അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല അതിനെ പ്രമാണിക്കുന്നവരായി ജീവിപ്പാൻ കർത്താവേ, നിലനിൽക്കുന്ന ഫലങ്ങൾക്കായി സഹായിക്കണമേ. അത് ഞങ്ങളെ നിത്യതയോട് അടുപ്പിക്കുന്നതായിരിക്കാൻ സഹായിക്കണമേ കർത്താവേ. ലോക സംഭവങ്ങൾ നിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഈ കാലങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ, കേൾക്കുന്ന വചനം പോലെ ഞങ്ങൾ ഒരുങ്ങുവാൻ കർത്താവേ, അനേകരെ ഒരുക്കുവാൻ കർത്താവേ, ഞങ്ങളെ എല്ലാം അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലൈനിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളായി കുടുംബങ്ങളായി കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, വചനം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ, ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് കർത്താവേ അവിടുത്തെ മുഖശോഭ കണ്ട് അവിടുത്തെ കർത്താവേ സമാധാനം അനുഭവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലമാനവും മഹത്വത്തിന് തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹാദിവായ കേൾവിക്കായി നമ്മുടെ കാതുകളെ തിരിക്കുക. പ്രാർത്ഥനയോടെ ഭയത്തോടെ വചനത്തിന് മുമ്പിലായിരിക്കാം. വചനം പഠിപ്പിക്കുന്നതായി കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ റോയി വാഗ്ദാനത്തെ ക്ഷണിക്കും. ആമേൻ. താങ്ക് യു. ആമേൻ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനോഹരമായ ഈ രാത്രിക്കായി ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവവചനത്തിന് മുമ്പിൽ ഈ പ്രയർ ലൈനിന്റെ ഭാഗമായി പ്രകാരം ഒന്നിച്ചു കൂടുവാൻ ഒരവസരം കൂടെ ദൈവം നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സെഷൻ ലീഡ് ചെയ്യുന്ന പ്രിയ തങ്കച്ചായൻ, അതുപോലെ ലൈനിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് മനോഹരമായ പഴയ ഒരു പാട്ട് പാടി നമ്മളെ സഹായിച്ച പ്രിയ സിസ്റ്റർ, അതുപോലെ പ്രാർത്ഥനയിൽ സഹായിച്ച സഹോദരി, നിങ്ങളെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കൊലോസ്യ ലേഖനത്തോടുള്ള ബന്ധത്തിലുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി ഈ ക്ലാസ്സിലൂടെ, പ്രത്യേകിച്ച് ഒക്ലഹോമ പ്രയർ ലൈനിലൂടെ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് 2-ാം അധ്യായത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്താണ്. അതിന്റെ ആദ്യ ഭാഗം ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷമായിട്ടോ 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ പൗലൂസിന്റെ ഉദ്ദേശം നമുക്കവിടെ വ്യക്തമാകുന്നുണ്ട്. താൻ ലേഖനങ്ങൾ എഴുതുന്നിടത്തൊക്കെ ആ സഭയെ സംബോധന ചെയ്ത് താൻ എഴുതുമ്പോൾ തന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ തന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് ആ വാക്യഭാഗങ്ങളിലൂടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇതിനു മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കുക എന്നുള്ളത് തന്റെ ഉദ്ദേശമാണ്. അപ്പോൾ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശമായിരുന്നു. അതുപോലുള്ള പല കാര്യങ്ങൾ നാം പഠിച്ചു പോകുന്ന ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. എന്നാൽ നാം തുടർന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് 4-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലൂസ്
ഒരു മുന്നറിയിപ്പ്, വാണിംഗ് തരികയാണ്. അവിടെയാണ് നാം കാണുന്നത്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. അപ്പോൾ തൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. നിങ്ങൾക്ക് ചതിവ് പറ്റരുത്. കൊലോസിയയിലെ വിശ്വാസികൾക്കും ഏത് കാലഘട്ടത്തിലുള്ള ദൈവമക്കൾക്കും ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കും ചതിവ്, ആത്മീയ ഗോളത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ചതിവ്, അല്ലെങ്കിൽ ആത്മീയതയുടെ പേരിൽ വെളിച്ചദൂതന്റെ വേഷം കെട്ടി വരുന്ന ആളുകൾ നമ്മളെ ചതിക്കാതിരിക്കുവാൻ ബോധപൂർവം നാം കരുതിക്കൊള്ളണം എന്നുള്ള മുന്നറിയിപ്പാണ്. നമുക്കറിയാം, ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ചതിക്കപ്പെടുക എന്നുള്ളത്. വേദനിപ്പിക്കുന്ന അനുഭവമാണ് ചതിവ് പറ്റുക എന്നുള്ളത് തന്നെ. ചതിവിൽ അതിന്റെ പുറകിൽ വഞ്ചനയുണ്ട്, ഫോഷ്കുണ്ട്, സകല പരിപാടികളും ഒരു ചതിവിന്റെ പുറകിലുണ്ട്. ഒരാളെ ചതിക്കണം എന്നൊരാൾ പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ അല്ലെ ആരെയെങ്കിലും ചതിക്കുവാൻ ഒരാൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ മാസ്റ്റർ മൈൻഡ് ആരാണോ ആ ആള് അതിന് പറ്റിയ രീതിയിലുള്ള പദ്ധതികളാണ് അറേഞ്ച് ചെയ്യുന്നത്. ആ വ്യക്തിയെ പഠിക്കുന്നു, ആരെയാണ് ചതിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ആളിനെ ഏത് വിധത്തിൽ ചതിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏത് വിഷയത്തിലൂടെ ഇടപെട്ടാൽ ചതിക്കാൻ കഴിയും, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തയ്യാറാക്കിയാണ് ഒരാളെ ചതിവിൽ വീഴ്ത്തുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ചതിവ് പറ്റുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയുണ്ടെങ്കിൽ പല ആളുകളും ചതിവ് പറ്റിക്കഴിഞ്ഞാൽ അത് പുറത്ത് പറയാറില്ല. കാരണം മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താകും എന്നുള്ള ഇതുകൊണ്ടും, ഒരു നാണംകേട് എന്നുള്ളത് കൊണ്ടോ, കാരണം ആളുകൾ തന്നെ ഒരു മിടുക്കനായിട്ട് കരുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് ചെന്ന് എനിക്കൊരു ചതിവ് പറ്റി, എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറയാനുള്ളതായ ഒരു ഈഗോ വിഷയം അവിടെ ഉണ്ട്. അപ്പൊ സാധാരണ നിലയിൽ ചതിവ് പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ചിലപ്പോൾ ജീവിത പങ്കാളിയോട് മാത്രം ഷെയർ ചെയ്ത്, അല്ലെങ്കിൽ വളരെ ക്ലോസ് സർക്കിളിൽ കൂടെ ചിലപ്പോൾ ഷെയർ ചെയ്തേക്കാം. അതിനപ്പുറത്തോട്ട് ഈ ചതിവിനെ കുറിച്ചൊന്നും ആരും മിണ്ടാറില്ല. എന്നാൽ ചതിവ് പറ്റാത്ത ആരും ഇന്ന് ഈ ലൈനിലില്ല, ഞാനും നിങ്ങളും ഉൾപ്പെടെ. നമ്മൾ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ പുറകോട്ട് ഒരു ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ നമുക്കൊക്കെ ഏതെങ്കിലും ലെവലിൽ എവിടെങ്കിലും ഏതെങ്കിലും വിഷയത്തിലൂടെ ചതിവ് പറ്റിയിട്ടുണ്ട്. ഞാൻ ആത്മീയ വിഷയം തന്നെ അല്ലി പറയുന്നു. ഭൗമിക കാര്യങ്ങളിൽ നമ്മുടെ ഇന്ന് വരെയുള്ള നമ്മുടെ ലൈഫിന്റെ പുറകോട്ടുള്ള ഏടുകളിൽ നാം പരിശോധിച്ചാൽ ചതിവിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ പറയും, ഒരിക്കലൊരു ചതിവ് പറ്റുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇനി മേലാൽ ഒരിക്കലേ പറ്റത്തുള്ളല്ലോ, മേലാൽ പറ്റത്തില്ല. ശരിയാണ്, ആ ടൈപ്പിലുള്ള ചതിവ് ഒരിക്കലായിരിക്കും പറ്റുന്നത്. പക്ഷെ സമാനമായ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ വേറെ തന്ത്രങ്ങൾ, ഇതെല്ലാം ഇത് മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് പിശാചിലാണ്. കാരണം സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു എന്ന് പറയുന്നത് പോലെ, അപ്പോൾ ചതിവ് ആദി മനുഷ്യനായ ദൈവം ഏദൻ തോട്ടത്തിൽ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് ഏദനിൽ അവനെ പാർപ്പിക്കുമ്പോൾ അവിടെ കയറി ആ മനുഷ്യനെ വീഴ്ത്തിയത് ചതിവിലാണ്. അപ്പോൾ ആദി മനുഷ്യനെ വീഴ്ത്തുവാൻ കഴിഞ്ഞ അതേ ആയുധം പിശാച് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആത്മീയ ഗോളത്തിലും ഭൗമിക ഗോളത്തിലും വ്യത്യസ്തങ്ങളായ നിലകളിൽ ചതിവ് എന്ന് പറയുന്നത് ഇന്നും അഭംഗുരം തുടരുകയാണ്. ഈ ചതിവിനോടുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യത്തൊക്കെയാണ് അതിന്റെ പ്രത്യേകിച്ച് തേർഡ് വേൾഡ് കൺട്രീസിൽ ആണ് ഏറ്റവും കൂടുതൽ ചതിവും വഞ്ചനയും നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ നൈജീരിയൻ ലോട്ടറി എന്നൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ഇത്ര കോടി മില്യൺ അടിച്ചിരിക്കുന്നു, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തന്നാൽ അങ്ങോട്ട് ഉടനെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ട്രാപ്പിൽ നമ്മുടെ മലയാളി പോയി വീണു എന്നുള്ളതാണ്. ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന ചില ആളുകളുണ്ടോ. അപ്പോൾ ഇവര് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാട്ടിലെ ചാരിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ വന്ന് പണം ഈ നമ്മുടെ അമേരിക്കയും വടക്കേ അമേരിക്കയിലൊക്കെ ഉള്ള ദൈവമക്കളോട് വന്ന് പണം വാങ്ങി നാട്ടിൽ പോയ അതിൽ ഒരാള് എനിക്കറിയാം ഇതുപോലുള്ള ട്രാപ്പിൽ ചെന്ന് ചാടി അദ്ദേഹത്തിന്റെ ഒരു വലിയ തുക നൈജീരിയൻ ലോട്ടറിക്കാർ അടിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഇന്നും ഈ ചതിവെന്ന് പറയുന്നത് ഏതെല്ലാം നിലകൾ, വ്യത്യസ്തങ്ങളായ നിലകളിൽ തുടരുകയാണ്. എന്റെ ഓർമ്മയിൽ എനിക്കറിയാം, ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ ട്രാൻസിസ്റ്റർ റേഡിയോ കിട്ടുമെന്നും പറഞ്ഞ് ഒരു നിസ്സാര തുക അയച്ചു കൊടുത്താൽ മാത്രം മതി, റേഡിയോ തപാലിൽ വീട്ടിൽ വരും എന്നും പറഞ്ഞായിരുന്നു. അപ്പം ആളുകൾ ഒരുപാട് പേര് ആ സമയത്ത് പണം കൊടുത്തവരെ എനിക്കറിയാം. പക്ഷെ വരുന്നത് എന്താ, ചെറിയ മൂന്നാല് ബോട്ടിൽ ആ ഒരു പാക്കറ്റിലാക്കി അത് നല്ല മനോഹരമായി സ്റ്റീരിയോ ആണെന്നുള്ള രീതിയിൽ
പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു, ആളുകൾക്ക് കിട്ടി. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ചതിവ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ഭൗമിക വിഷയങ്ങളല്ല പൗലൂസ് ഫോക്കസ് ചെയ്യുന്നത്, ആത്മീയ കാര്യമാണ്. അവിടെ പൗലൂസ് ഇതുകൊണ്ടാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. അപ്പോൾ ഇത് ജ്ഞാനവാദികൾ അല്ലെങ്കിൽ ജ്ഞാനമതത്തിന്റെ ആളുകളും യഹൂദ പക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളും ഒക്കെ വശീകരണ വാക്കുകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ചതിവിന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി, ചതിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ആരെ ചതിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവരെ വശീകരിക്കുന്ന വാക്കുകളും കൊണ്ടേ വരത്തുള്ളൂ. കാരണം നമ്മളെ മോഹിപ്പിക്കുന്ന, നമ്മളെ ആശിപ്പിക്കുന്ന, നമ്മളിൽ താല്പര്യം ജനിപ്പിക്കുന്ന നിലയിൽ കാരണം ചതിവിക്കാനാണല്ലോ വരുന്നത്, ചതിവാണ് ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചതിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ കർക്കശമായ ഭാഷയിലൊന്നുമല്ല വരുന്നത്, വളരെ സന്തോഷകരമായ രീതിയിൽ, വളരെ സ്നേഹിക്കുന്ന നിലയിൽ, നമുക്ക് ഏതാണ്ട് ഗുണമുണ്ടാകുന്ന രീതിയിൽ. ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏദൻ തോട്ടത്തിൽ ഹവ്വായുടെ അരിക്കൽ സാത്താൻ സംസാരിക്കുന്ന, പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്ന് സംസാരിക്കുന്ന ഭാഗം നോക്കിയാൽ നമുക്കറിയാം. അവിടെ ഹവ്വായോട് പറയുന്നത് അവൾക്ക് ഗുണമുണ്ടാവുമെന്നാണ്. നിങ്ങളിത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാവും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളെ മോഹിപ്പിക്കുകയാണ്. അപ്പോൾ അവളിലുള്ള ആഗ്രഹങ്ങളെ തട്ടി ഉണർത്തി, അവളിൽ ആഗ്രഹം ജനിപ്പിച്ച് തന്റെ ഇംഗിതത്തിന് വശമതയാക്കുന്ന പരിപാടിയാണ് ഈ ചതിവിൽ ഒളിഞ്ഞിരുന്നത്, നമുക്കറിയാം. അപ്പോൾ ഇത് ട്രാപ്പിൽ ചാടിക്കഴിഞ്ഞേ ഇത് അറിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ദൈവമക്കൾക്ക് ഇത് പറ്റരുത് എന്നുള്ള നിലയിൽ ദൈവത്തിന് സ്തോത്രം, പൗലൂസ് മുന്നറിയിപ്പ് തരികയാണ്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലും എന്തുമാത്രം ചതിവാണ് ആത്മീയ ഗോളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മീയതയുടെ പേരിൽ, ആത്മീയതയുടെ ലേബലിൽ എന്തുമാത്രം ചതിക്കുന്ന പരിപാടികൾ നമ്മുടെ ഈ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ മറവിൽ നടക്കുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ വിസിറ്റിങ്ങിൽ ഒക്കെ വരുമ്പോൾ ആളുകൾ പറയുന്ന പ്രോജക്റ്റുകൾ, പരിപാടികൾ, ഇതെല്ലാം അതിൽ പലതും, എല്ലാം എന്ന് പറയുന്നത് ശരിയല്ല, വളരെ ആത്മാർത്ഥമായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന ദൈവദാസന്മാർ ഈ രാജ്യത്ത് വരികയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് റേസ് ചെയ്യുകയും അത് നാട്ടിൽ പോയി വളരെ വിശ്വസ്തയോടുകൂടി ജീവകാരുണ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങളിൽ, സഭാപ്രവർത്തനങ്ങളിൽ സഭകളുടെ ബ്രാഞ്ചുകൾ സ്ഥാപിച്ച് സുവിശേഷ വേല ശക്തമായി ചെയ്യുന്ന നിരവധി ദൈവദാസന്മാരുണ്ട്, ഞാനത് മറക്കുന്നില്ല. എന്നാൽ ഇതിനിടയിൽ അവരുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്ന് അതിൻ്റെതായ വലിയ കാര്യങ്ങൾ ശേഖരിച്ചു മടങ്ങുന്ന തട്ടിപ്പുകാരും ഇതിനിടയിലുണ്ട്. ആളുകളെ ചതിക്കുന്നുമുണ്ട്. അതിപ്പോഴും അഭംഗുരം തുടരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഒക്കലോമ പ്രയർ ലൈനിൽ അടുത്ത് 1 മണിക്കൂർ നേരം ഇവിടെ നടക്കുന്ന ചതിവും ആത്മീയ കോളത്തെ ചതിവും പറഞ്ഞുകൊണ്ട് ചതിവ് നിൽക്കുമെന്നൊന്നും ചിന്തിക്കുന്നയാളല്ല ഞാൻ. കാരണം അതിനുപോലെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ആത്മീയ കോളത്തിൽ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കാരണം ചിലരൊക്കെ പറയുന്നതെല്ലാം പ്രവചന ശബ്ദമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെതായ ആയ നിലയിൽ നമ്മളുടെ ഫ്യൂച്ചറിനോടുള്ള ബന്ധത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ഉന്മേഷം ഉണ്ടാക്കുന്ന, നമുക്ക് പ്രോത്സാഹനം തരുന്ന, നമുക്ക് പ്രോസ്പെരിറ്റി ഓഫർ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മളങ്ങ് ഇഷ്ടപ്പെടുന്നു. അതിന് ആ ആളിന് നല്ല ഘനമുള്ളതായ കാര്യങ്ങൾ, ഘനമുള്ളതായ ഒരു ചൊക്കും കൊടുത്ത് നമ്മൾ പറഞ്ഞു വിടുന്ന ദുഃഖകരമായ കാര്യമാണ് നമ്മുടെ ഈ വടക്കേ അമേരിക്കൻ ആത്മീയ സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. വരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക്, ദൈവമക്കളെ, നമ്മളുടെ ആത്മീയ പുരോഗതി ഒന്നുമല്ല അവരുടെ വിഷയം. അവർക്ക് തൽക്കാലത്തേക്കുള്ളതായ കാര്യം സാധിക്കണം. അതിന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ഇമ്പകരമായ, നമുക്ക് മോഹം ജനിപ്പിക്കുന്ന നിലയിൽ, നമുക്ക് എല്ലാം അനുകൂലമാക്കിയിരിക്കുന്നു എന്നുള്ള നിലയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നു, പോകുന്നു. അവരതുകൊണ്ടുപോയി സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരതെല്ലാം ഉപയോഗിക്കുന്നു. ഇതെല്ലാം ചതിവിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവമക്കളെ, ഇത് ഇവിടെ ഉപദേശപരമായ കാര്യങ്ങൾ. മറ്റൊന്ന്, ആത്മീയ കോളത്തിൽ ഇന്ന് ദുരുപദേശങ്ങൾ അതിവേഗം വളരുകയാണ്. എന്നാൽ ഇത് ദുരുപദേശമാണെന്ന് പറയുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകുന്നില്ലെന്നുള്ളതിലാണ് എനിക്ക് വളരെ ദുഃഖമുള്ളത്. നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ
ഈ കാലഘട്ടത്തിൽ പ്രചാരിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ ദൈവവചനത്തിന് വിരുദ്ധമായ ആശയങ്ങളുമായി വരുമ്പോൾ അത് വചനത്തോട് ഒത്തുപോകുന്നില്ല എന്ന് പറഞ്ഞ് ദൈവസഭയെയും ദൈവജനങ്ങളെയും ഉറപ്പിക്കേണ്ട ചുമതലയുള്ളതായ ദൈവദാസന്മാർ അവർ നിസ്സംഗരായിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. ആത്മീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മലങ്കരയിൽ പെന്തക്കോസ്ത് ആ പ്രസ്ഥാനങ്ങളിലേക്ക് ആരംഭ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഖണ്ഡന പ്രസംഗമായിരുന്നു. ഉപദേശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി, ദൈവവചനത്തിലെ കാവലായ ഉപദേശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി, അപ്പോസ്തോലിക ഉപദേശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നതിന് വേണ്ടിയൊക്കെ ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു കാലം നിങ്ങളിൽ പലർക്കും അത് കേൾക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവർ ഈ ലൈനിൽ ഇപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഉപദേശത്തിന് വേണ്ടി പോരാടുന്ന, ആത്മീയ സത്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു കാലഘട്ടം, ഒരു കൂട്ടം പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിലും ആത്മീയ സത്യങ്ങൾക്ക് വേണ്ടി പോരാടണം എന്നുള്ളത് നമ്മളെ യൂദായുടെ ലേഖനത്തിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നാം പോരാട്ടം കഴിക്കണം എന്നുള്ളത് വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിനോടുള്ള ബന്ധത്തിൽ ആ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയ ആള് വിശ്വാസത്തിനോടുള്ള ബന്ധത്തിൽ അതിനുവേണ്ടി പോരാട്ടം കഴിക്കേണ്ടതിനോടുള്ള ബന്ധത്തിലേക്ക് വിഷയം പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നാം പോരാട്ടം കഴിക്കേണ്ട അല്ലെങ്കിൽ പോരാടേണ്ട ഒരു അനുഭവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഭാഗം ഇവിടെ വിടുകയാണ്. ഇനി തുടർന്ന് പറയാൻ പോകുന്ന ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഈ അധ്യായം നമ്മൾ തുടർന്ന് പഠിക്കാൻ പോകുമ്പോൾ, ഇപ്പൊ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഒരു വാണിങ്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. 8-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വീണ്ടും തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ. വീണ്ടും 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. വീണ്ടും 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. നോക്കണം, ഒരൊറ്റ അധ്യായത്തിൽ ഈ സഭയ്ക്ക് ഈ ദൈവദാസൻ ഈ ലേഖനം എഴുതുമ്പോൾ തനിക്ക് പോയി കണ്ടിട്ടില്ലാത്ത, തനിക്ക് മുഖപരിചയമില്ലാത്ത ഒരു കൂട്ടം ദൈവമക്കൾ അവർ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരെ ചതിക്കുവാൻ വശീകരണ വാക്കുകളുമായി അവരെ ചതിക്കുവാനുള്ളതായ സാഹചര്യം മുമ്പിലുണ്ടെന്ന് കണ്ടുകൊണ്ട് ആ ചതിവിൽ നിന്നും അവരെ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനൊഴിഞ്ഞു പോകാൻ ഉള്ള തന്റെ ആഗ്രഹത്തിന് പൗലൂസ് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഈ ഒരു ഒറ്റ അധ്യായം നോക്കിയാൽ കാണാം. 4 വിധത്തിലുള്ളതായ കാര്യം ഇപ്പൊ ഞാൻ വായിച്ചത്, 4 വിധത്തിൽ കാര്യങ്ങൾ പൗലൂസ് ഇവരോട് പറയുന്നുണ്ട്. കവർന്നു കളയാതിരിപ്പാൻ, ചതിക്കാതിരിപ്പാൻ, വിരുത് തെറ്റിക്കാതിരിപ്പാൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദങ്ങൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ആശയത്തിലെല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റരുത്, നിങ്ങൾ പരാജയപ്പെടരുത്, നിങ്ങളെ മറ്റുള്ളവർ തോൽപ്പിക്കാനിടയാകരുത്, നിങ്ങളെ മറ്റുള്ളവർ ചതിക്കുവാനിടയാകരുത് എന്നൊക്കെയുള്ള തന്റെ താല്പര്യം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഇത് പഠിക്കുമ്പോൾ, കൊലോസിയിലെ ആളുകൾക്ക് പൗലൂസ് എഴുതിവിട്ട ഒരു കാര്യമായത് എന്നുള്ള ലാഘവത്തോടുകൂടി നാം എടുക്കേണ്ട കാര്യമല്ലത്. ഇത് നമുക്ക് ബാധകമാണ്. നാം ചതിവ് പറ്റാവുന്ന, ചതിക്കപ്പെടാവുന്ന, ചതിയന്മാരുള്ള ഒരു ലോകത്തിൽ ആണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ചതിയന്മാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. ചതിയന്മാരുള്ള ആത്മീയ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഏത് നിലകളിലും അവസരം ലഭിച്ചാൽ ചതിക്കപ്പെടുവാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഉണ്ട് എന്നുള്ളതോർത്ത് വളരെ ഗൗരവത്തോടുകൂടി നാം ആത്മീയ ജീവിതം നയിക്കേണ്ടവരാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ, അതിലേക്കാണ് ഞാൻ പ്രധാനമായും തുടർന്നുള്ള സമയവും അടുത്ത ക്ലാസ്സും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ ഞാനിപ്പോൾ വായിക്കുന്നില്ല. ഓരോ ഭാഗം നമ്മൾ ചിന്തിച്ച് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. കാര്യം എല്ലാം കൊണ്ടൊന്ന് തീരാൻ യാതൊരു കാരണവശാലും തീരുകയില്ല. അപ്പോൾ ഈ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ആത്മീയ ജീവിതത്തിന്റെ പടവുകൾ, അതായത് വളർച്ച എന്നുള്ള നിലയിൽ നമുക്ക് വളർച്ച ഉണ്ടാകണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരിക്കലും നാം രക്ഷിക്കപ്പെട്ട ആ അവസ്ഥയിൽ തന്നെ ഇരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വളർച്ചയില്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും നാം വളരണം, വളർച്ച പ്രാപിക്കണം എന്നുള്ളത്. അത് വളരാതിരുന്ന ഒരു കൂട്ടം ആൾക്കാരെ ശാസിക്കുന്നതും നമുക്ക് ലേഖനത്തിൽ കാണാൻ കഴിയും. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ
എബ്രായ ക്രിസ്ത്യാനികളോട് അവിടെ പൗലൂസോ അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ സംസാരിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്ന നിങ്ങൾക്ക് ഇപ്പോഴും കട്ടിയായുള്ള ആഹാരം നിങ്ങൾക്ക് പറ്റുകയില്ല, പാല് കുടിക്കേണ്ട അവസ്ഥയിൽ തന്നെ നിങ്ങൾ തുടരുകയാണ്. അപ്പോൾ വളർച്ചയില്ലാത്ത അവസ്ഥ, ഒരു കുഞ്ഞിന്റെ ഒരു ഇൻഫന്റ് ബേബിയുടെ ആ സ്ട്രക്ചറിലാണ് ഈ എബ്രായ ക്രിസ്ത്യാനികൾ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരുടെ ലെവലിൽ വരേണ്ട ആളുകൾ ഇങ്കുബോട്ടിലും കൊണ്ട് നടക്കുന്ന സ്റ്റേജാണ് എന്നുള്ളതാണ് നമ്മൾ ആ ലേഖനത്തിൽ കാണുന്നത്. ദൈവമക്കളെ, ഞാനും നിങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആ സ്ഥിതിയിൽ, ആ തൽസ്ഥിതിയിൽ തന്നെ നിൽക്കാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. നാം മുമ്പോട്ട് പോകേണ്ടവരാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ എന്ന് പറയുമ്പോൾ ആ പരമവിളിയുടെ വിരുദിനായി ഓടുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു, വിരുദ് പ്രാപിക്കുവാനുള്ളതായ ഓട്ടത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ സാക്ഷികൾ ഒരു വലിയ സമൂഹം നമുക്കുള്ളത് കൊണ്ട് ആ മുറുകെ പറ്റുന്ന ഭാരവും പാപവും എല്ലാം വിട്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ ഫോക്കസ് ചെയ്ത് ഓട്ടമോടി തികയ്ക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് ആ നിന്ന അതേ സ്പോട്ടിൽ നാളുകൾ അവിടെ തന്നെ ആ നിന്ന നിപ്പിൽ നിൽക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. വളർച്ച ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, തോട്ടക്കാരൻ എന്ന നിലയിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫലകരമായ ക്രിസ്തീയ ജീവിതമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇവിടെ പൗലോസ് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആത്മീയ വളർച്ചയുടെ ചില കാര്യങ്ങൾ പറയുകയാണ്. പല വിഷയങ്ങൾ ഈ 3 വാക്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അതില് വ്യത്യസ്തങ്ങളായ പദങ്ങൾ പൗലോസ് ഇതിനോട് ഈ ആശയം വ്യക്തമാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ഈ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രമവും സ്ഥിരതയും എന്നുള്ളതാണ്. അതിനെ ആക്ച്വലി നമ്മൾ ആ മൂലഭാഷയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ മിലിറ്ററി ടേമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനത് വിശദീകരിക്കാം. ലൈക്ക് ആൻ ആർമി എന്നുള്ള നിലയിലാണ്. ഒരു സൈനിക വ്യൂഹം പോലെ അല്ലെങ്കിൽ മിലിറ്ററി പോലെ ഉള്ള ഒരു ക്രമവും സ്ഥിരതയും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായിട്ട് നാം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്നുള്ളതാണ്. ക്രിസ്തുവിനോട് കൂടെ നടക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ലൈക്ക് എ പിൽഗ്രീം, ഒരു തീർത്ഥാടകനെ പോലെ യേശുക്രിസ്തുവിനോടുകൂടെ നടക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ രണ്ടാമത്തെ വിഷയമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. മൂന്നാമതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്ന 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനിൽ വേരൂന്നിയും. അപ്പോൾ അവിടെ ക്രിസ്തുയേശുവിൽ വേരൂന്നുക ലൈക്ക് എ ട്രീ, ഒരു വൃക്ഷത്തിന്റെ വേര് ഭൂമിയിലെ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമ്മളുടെ വേരുകൾ ആഴത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നാം വളരണം എന്നുള്ള നിലയിൽ ലൈക്ക് എ ട്രീ, ഒരു വൃക്ഷം വളരുന്നത് പോലെ ക്രിസ്തുവിൽ വളരണം എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ വാക്യത്തിൽ തന്നെ 5-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു, 5-ാം വാക്യത്തിലല്ലേ 7-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു ആത്മീയ വർധനവ് പ്രാപിക്കുക എന്നുള്ളതാണ്. വേരൂന്നുക, ആത്മീയ വർധനവ് പ്രാപിക്കുക. ആത്മീയ വർധനവ് എന്നുള്ളതിന് വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ലൈക്ക് എ ബിൽഡിംഗ്, ഒരു നിലയുടെ മുകളിൽ അടുത്ത നില പണിത് പോകുന്ന ഒരു കെട്ടിടം പണിയോടുള്ള സാദൃശ്യത്തിലാണ് ആ പ്രയോഗം നിൽക്കുന്നത്. ലൈക്ക് എ ബിൽഡിംഗ്. അപ്പോൾ ഒന്നാമത് ലൈക്ക് ആൻ ആർമി, രണ്ടാമത് ലൈക്ക് എ പിൽഗ്രീം, മൂന്നാമത് ലൈക്ക് എ ട്രീ, ഇത് കഴിഞ്ഞിട്ട് ലൈക്ക് എ ബിൽഡിംഗ്. ഈ വീണ്ടും അതിൽ തന്നെ ഈ 7-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം എന്ന് പറയുമ്പോൾ ഉപദേശത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ലൈക്ക് എ സ്കൂൾ സ്റ്റുഡന്റ്, പഠിക്കുന്ന ഒരു കുട്ടിയോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കുവാൻ അല്ലെങ്കിൽ അത് മനഃപ്പാഠമാക്കുവാൻ അത് ഹൃദയത്തിൽ പതിയുന്ന നിലയിലായിരിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ലൈക്ക് എ സ്റ്റുഡന്റ് എന്നുള്ളതായ നിലയിൽ
അതിനുശേഷമായിട്ട് പറയുന്നു സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. അവിടെ കരകവിഞ്ഞൊഴുകുന്ന ഒരു നദിയുടെ ചിത്രമാണ് ലൈക്ക് എ റിവർ. ഇത് ആത്മീയ ജീവിതത്തിന്റെ പടവുകളാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരാൾ ആത്മീയമായി അവൻ കരകവിഞ്ഞൊഴുകുന്ന, അല്ലെങ്കിൽ അവനെ ആരും പ്രേരിപ്പിക്കാതെ ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പ്രേരിപ്പിക്കാതെ, വേറൊരാളുടെ പ്രേരണ കൂടാതെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്നും സ്തോത്രവും സ്തുതിയും പരപ്രേരണ കൂടാതെ പുറത്തു വരും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ അതാണല്ലോ കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്നാണ്. അപ്പോൾ ജീവജലത്തിന്റെ നദി നമ്മുടെ ഉള്ളിൽ നിന്നും ഒഴുകും എന്ന് പറയുമ്പോൾ അത് വേറൊരാളുടെ പ്രേരണ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. നമ്മുടെ കൂടിവരവുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകൾ ദൈവമക്കളോട് കൂടെ പറയാറുണ്ട്, ഒരു സ്തോത്രം ചെയ്യാമോ, ഒന്ന് സ്തുതിക്കാമോ എന്ന് പറഞ്ഞ് സ്തുതിപ്പിക്കുമ്പോൾ ആ സ്തുതി കൊണ്ട് ആകെ ഗുണമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആകെ പ്രയോജനം സിദ്ധിക്കുന്നത്, ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ഉറക്കം നഷ്ടമാകാൻ സാധിക്കും എന്നുള്ളതൊന്ന്. പ്രസംഗിക്കുന്ന ഒരാളിന് ഒരു മാനസികമായ സുഖവും കിട്ടും. കാരണം താൻ ജനത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനം പെട്ടെന്നൊന്നു എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയയൊക്കെ പറഞ്ഞപ്പോൾ ജനത്തിന് അവർക്കത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവരെന്റെ കൂടെ ഉണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ പ്രഭാഷകൻ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളിനുണ്ടാകുന്നുള്ളതേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ഈ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ നിന്നും പോയതല്ലെങ്കിൽ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ദൈവസന്നിധിയിലുള്ളതായ നന്ദി നിറഞ്ഞിട്ട് അത് വായിലൂടി പുറത്തു വരുന്നു എങ്കിൽ മാത്രമേ അത് ദൈവസന്നിധിയിൽ സുഗ്രാഹ്യമായ ഒരു യാഗമായി പരിണമിക്കുന്നുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മളിപ്പോൾ പ്രസംഗിക്കുന്ന സമയത്ത് ആരെയും ഒന്ന് ഉത്സാഹിപ്പിക്കുന്നതിനൊന്നും കുറ്റമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചില ആളുകൾ ഈ കൂടെ ഈ സ്തോത്രവും സ്തുതിയും പറയിപ്പിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് കൊണ്ട് വാസ്തവത്തിൽ ഒന്നും സാധിക്കുന്നില്ല എന്നതിനു വേണ്ടി മാത്രം ഞാൻ പറഞ്ഞത്. നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. ഇവിടെ ഈ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയോടുള്ള ബന്ധത്തിൽ പൗലൂസ് പറയുന്ന ഈ കാര്യങ്ങൾ വളർച്ചയുടെ, ഞാൻ വീണ്ടും പറയട്ടെ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ വളരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ ആ കുഞ്ഞ് വളരണം എന്ന് കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മാതാപിതാക്കൾ ചെയ്യുന്നത്. കുഞ്ഞിന്റെ വളർച്ചയോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളാണ്. അതിനെ പരിചരിക്കുന്നത്, അതിന് പാല് കൊടുക്കുന്നത്, അതിനുശേഷം അതിന് അല്പം കൂടെ കട്ടിയായ ആഹാരം കൊടുത്തു തുടങ്ങുന്നത്, ഇതെല്ലാം കുഞ്ഞിന്റെ വളർച്ചയോടുള്ള ബന്ധത്തിൽ. അപ്പൊ എന്റെ കുഞ്ഞ് വളരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത്. ദൈവസന്നിധിയിൽ വീണ്ടും ജനിച്ച എന്നെയും നിങ്ങളെയും സംബന്ധിച്ച്, ദൈവ കുടുംബത്തിൽ ജനിച്ച എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ദൈവ മകനായി അല്ലെങ്കിൽ ദൈവ മകളായി തീർന്നു എന്ന് നാം ക്ലെയിം ചെയ്യുമ്പോൾ ഓർക്കുക, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നാം വളരണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന് സ്തോത്രം. നാം ദൈവ വചനത്തിൽ വളരണം, ആത്മീയമായി നാം വളരണം, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരണം, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ സൽക്കർമ്മങ്ങളിൽ നാം വളരണം എന്ന് പറഞ്ഞു നാം വളരേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ദൈവ വചനത്തിൽ നമ്മോട് പറയുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ നിലയിൽ വളർച്ച പ്രാപിക്കുക എന്നുള്ളത് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്റെ ചെറുപ്പത്തിൽ 1-ാം ക്ലാസ്സിലാണോ 2-ാം ക്ലാസ്സിലാണോ പഠിക്കുന്ന സമയത്ത് മലയാളം പുസ്തകത്തിൽ ഒരു പാഠമുണ്ടായിരുന്നു. ആ പാഠം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാൻ ഞാൻ അമ്മ കഴിയും. ഞാൻ എന്റെ കൊച്ചിലെ പഠിച്ചതെന്ന് ഓർമ്മയിൽ നിന്ന് പറയുവാണ്. അപ്പോൾ അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാൻ ഞാൻ അമ്മ കരയും. അടുത്ത എന്തിനാണ് അമ്മ കരയുന്നത്? അടുത്തായിട്ട് പറയുന്നു, ഞാൻ അച്ഛനോളം വലുതാകണം, അതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ വളരെ ഇന്നസെന്റായ ഒരു കുഞ്ഞ് അവനെ ഡെയിലി അവനെ പാലൂട്ടുന്ന അമ്മയോടുള്ള ബന്ധത്തിൽ അവൻ പറയുകയാണ്. അപ്പോൾ അവന് രാവിലെ അമ്മ പാല് കൊടുക്കുമ്പോൾ ആ പാല് കുടിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാണ്, അമ്മ കരയുന്നു. അപ്പോൾ അതിന് മറുപടി ഉടനെ തന്നെ എന്തിനാണ് അമ്മ കരയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞ് പാല് കുടിക്കാഞ്ഞത് കൊണ്ടാണ്. പക്ഷെ പാല് കുടിച്ചാൽ മാത്രമേ
അവന്റെ അപ്പനെ പോലെ, അവന്റെ അച്ഛനെ പോലെ ആ കുഞ്ഞ് വളരത്തുള്ളൂ എന്നുള്ളതാണ്. വളരെ ആശയങ്ങൾ, അർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു പാഠഭാഗമാണ്, കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ദൈവമക്കളെ, ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ വചനത്തിന്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം പകൽക്കാലം ജോലി കഴിഞ്ഞവരാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ 10 മണിക്ക് മുമ്പുള്ള സമയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 മണിക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഉറങ്ങാനുള്ളതായ സമയമായി കഴിഞ്ഞു. എന്നാൽ ഈ സമയത്ത് 10 മണിക്ക് ശേഷമോ 10 മണിക്ക് മുമ്പോ എന്തുമാകട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ മാറ്റമില്ലാത്ത ദൈവവചനത്തിന്റെ മുമ്പാകെ ഈ രാത്രിയിലായിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വചനത്തോട് അത്രയെങ്കിലും താല്പര്യം ഉണ്ടതുകൊണ്ടാണല്ലോ ഈ പ്രെയർ ലൈനിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പൊ എനിക്ക് പ്രെയർ ലൈനുകളിൽ, ഞാൻ പല പ്രെയർ ലൈനിൽ ദൈവവചന ശുശ്രൂഷയുണ്ട്. എനിക്ക് ഇതിന്റെ നമ്പറിലൊന്നും വലിയ വിഷയമുള്ള ആളല്ല ഞാൻ. ഒരാളെങ്കിലും ലൈനിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ താല്പര്യത്തോടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്പറിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ വാസ്തവമായ ദൈവസന്നിധിയിൽ ദൈവവചനത്തോടുള്ള താല്പര്യത്തോടുകൂടി ആയിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഇവിടെ ഒന്നാമത് ഞാൻ പറഞ്ഞു വന്നത് ക്രമവും സ്ഥിരതയും എന്നുള്ളതായ നിലയിൽ ഒരു മിലിറ്ററി ടേമാണ്. അതായത് നമ്മൾ 5-ാം വാക്യത്തിൽ ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി. അപ്പോൾ പൗലൂസ് ഈ കാര്യം എഴുതുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഇത് കാരാഗ്രഹ ലേഖനമാണ്. അപ്പോൾ പൗലൂസ് കൊലോസിയിലെ വിശ്വാസികളോട് പറയുന്നു, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനാണ്, എന്റെ ഫിസിക്കൽ ബോഡി ഈ സെല്ലിലാണ്, എന്നാൽ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട്. നമുക്കിത് വളരെ വേഗം മനസ്സിലാകുന്ന കാര്യമാണല്ലോ. നിങ്ങളിപ്പോൾ അമേരിക്കയിലിരിക്കുന്നു, നിങ്ങളിപ്പോൾ ബൈബിൾ ക്ലാസ്, ഞാനിപ്പോൾ നിങ്ങളോട് ദൈവവചനം പറയുന്നു. ഈ ദൈവവചനം ഞാൻ നിങ്ങളോട് പറയുന്നതിനിടയ്ക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളുടെ മനസ്സ് മറ്റു പല കാര്യങ്ങളിലേക്ക് പോകാം. നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് പോകാം, നിങ്ങൾ ജനിച്ചു വളർന്ന കേരളത്തിലെ നിങ്ങളുടെ ആ ഗ്രാമങ്ങളിലേക്ക് പോകാം. ഇതെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു, നാട്ടിലെ നമ്മളായിരുന്ന സ്ഥലങ്ങൾ ഒക്കെ സ്വപ്നത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ഭാവനയിൽ പൊങ്ങി വരുന്നൊരു അനുഭവവും നമുക്കുണ്ടാകാം. അപ്പോൾ ഇവിടെ പൗലൂസ് പറയുന്നു, എന്റെ ഫിസിക്കൽ ബോഡി നിങ്ങളുടെ കൂടെ ഇല്ല, എന്നാൽ എന്റെ സ്പിരിച്വലായിട്ടുള്ള എന്റെ അനുഭവം, സ്പിരിച്വലായിട്ടുള്ള എന്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരോട് കൂടെ നിങ്ങളുടെ ഇടയിൽ ഞാനുണ്ട്, നിങ്ങളോട് കൂടെ ഞാനുണ്ട്. ഫിസിക്കലി നിങ്ങൾ എന്നെ പൗലൂസിനെ നോക്കിയാൽ കാണത്തില്ല, കാരണം പൗലൂസിയുടെ കാരാഗ്രഹത്തിലാണ്. എന്നാൽ പൗലൂസിന്റെ ആത്മീയമായ ആ ഊഷ്മളമായ ബന്ധം എന്ന് പറയുന്നത് അവർക്ക് അനുഭവിച്ചറിയത്തക്കവണ്ണം അവരോട് ചേർന്ന് പൗലൂസ് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൊലോസ്യയിലെ സഭയിൽ അവർ വിശ്വാസികളുടെ കൂടെ പൗലൂസ് ഉള്ളതുപോലെയുള്ള ഒരവസ്ഥയിലാണ് പൗലൂസ് അവരോട് ഈ ഭാഗം സംസാരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും. ദൈവമക്കളെ, ഇവിടെ പൗലൂസ് വാസ്തവത്തിൽ ഇവരെ പ്രശംസിക്കുകയാണ്. ഇതിനു മുമ്പ് 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. അപ്പോൾ ചതിക്കപ്പെടുവാനുള്ളതായ സാധ്യത നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ചതിയന്മാർ അല്ലെങ്കിൽ ഈ സമൂഹത്തെ ചതിക്കുവാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ പുറത്തുണ്ട്. എങ്കിലും ഇപ്പോഴും ചതിവ് പറ്റാതെ ഈ കൊലോസ്യയിലെ ദൈവമക്കൾ നിൽക്കുകയാണ്. അവരെ പൗലൂസ് നോക്കുമ്പോൾ അവരുടെ ക്രമം, അതുപോലെ തന്നെ അവരുടെ സ്ഥിരത, വിശ്വാസത്തിന്റെ സ്ഥിരത, നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത. അപ്പോൾ അവരുടെ ക്രമവും സ്ഥിരതയും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലൂസ് ഇവിടെ പറയുന്നത്. ഇത് രണ്ടും മിലിറ്ററി പദമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് ആൻ ആർമി എന്ന് പറഞ്ഞത്. ഇവിടെ 2 വാക്കുകൾ, അതായത് മൂലഭാഷയിൽ ടാക്സിസ് എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ടാക്സിസ് എന്ന് പറഞ്ഞാൽ ക്രമീകൃതമായ ഒരു നിര എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റെറോമ എന്ന് പറയുന്ന മറ്റൊരു വാക്കുണ്ട്. അത് രണ്ടും ഇവിടെ പൗലൂസ് ഉപയോഗിക്കുന്നുണ്ട്. ടാക്സിസ്, സ്റ്റെറോമ. സ്റ്റെറോമ എന്ന് പറയുന്നത് സ്ഥിരതയുള്ള മുൻനിര എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, സൈന്യം മുൻപോട്ട് മാർച്ച് ചെയ്തു പോകുമ്പോൾ സൈന്യത്തിന്റെ മാർച്ച് പാസ്റ്റിൽ മുമ്പിൽ നിൽക്കുന്നവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. കാരണം അവരാണ് വാസ്തവത്തിൽ യുദ്ധ രംഗത്തേക്ക് ഈ ആവേശം പുറകിലുള്ളവർക്ക് കൊടുത്ത് മുന്നേറുന്നവർ അവരാണ്. മുമ്പിൽ നിൽക്കുന്ന ആളുകൾ യുദ്ധരംഗത്തു നിന്ന് ഓടിയാൽ,
അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിച്ചാൽ അത് പുറകിലുള്ളവരെയും ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും മുമ്പിൽ മുൻനിര എന്ന് പറയുന്നത് വളരെ സുസ്ഥിരമായ, വളരെ സ്ട്രോങ് ആയ, വളരെ സ്റ്റേബിളായ ഒരു ഗ്രൂപ്പാണ് ഈ സൈന്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ ക്രമീകൃതമായ നിരയും അതുപോലെ തന്നെ സുസ്ഥിരമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരയും, രണ്ട് ടൈപ്പിലുള്ളതായ നിരകൾ എന്ന് പറഞ്ഞാൽ പുറകിൽ നിൽക്കുന്ന ആളുകളെക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മിലിറ്ററി സൈന്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ പദങ്ങളെയാണ് പൗലോസോട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ സ്ഥിരതയും നിങ്ങളുടെ ക്രമവും നിങ്ങൾക്ക് വിശ്വാസത്തിലുള്ള നിങ്ങളുടെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പോർക്കളത്തിലെ അല്ലെങ്കിൽ ഒരു മിലിറ്ററി പദമാണ്, ലൈക്ക് ആൻ ആർമി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മിലിറ്ററി പദത്തിൽ നമ്മളോട് ഇത് സംസാരിക്കുമ്പോൾ, ദൈവമക്കളെ, എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ നിർത്തിയിരിക്കുന്ന ഒരു പോർക്കളത്തിലാണ്. നമ്മളെ സർവായുധ വർഗങ്ങൾ ധരിപ്പിച്ച് നമ്മളെ പോർക്കളത്തിൽ നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ അണിയിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നമുക്ക് പോരാട്ടമുള്ളത്? ജഡ രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അധിപതികളോടും ദുഷ്ടാത്മ സേനകളോടും ഒക്കെയാണ് നമുക്ക് പോരാട്ടമുള്ളത് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ പോരാട്ടത്തിന് വേണ്ടി ഈ അന്ധകാര ശക്തികളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ സാത്താന്യ ശക്തികളോടുള്ള ബന്ധത്തിൽ അവരോട് പോരാടുന്നതിന് വേണ്ടിയുള്ളതായ ആയുധങ്ങൾ നമ്മെ ധരിപ്പിച്ചിരിക്കുകയാണ് കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളതും നാം ഓർക്കണം. ദൈവം നമ്മെ സഹായിക്കുന്നു, ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഈ പോർക്കളത്തിൽ വിജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും നമുക്ക് ആവശ്യമാണ്. തൽസമയത്തെ കൃപ പ്രാപിച്ചുകൊണ്ടോ, കൃപാസനത്തെങ്കിൽ നിന്നും അതാത് സമയത്ത് കൃപ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു ഗ്രൂപ്പാണ് നമ്മൾ എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓർക്കണം. ഇവിടെ കൊലോസ്യയിലെ വിശ്വാസികൾ, അവരെ പൗലോസ് പ്രശംസിക്കുകയാണ്. നിങ്ങളുടെ ക്രമവും അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും. അപ്പോൾ അചഞ്ചലമായ വിശ്വാസം ഇവർക്കുണ്ടെന്ന് പൗലോസ് സമ്മതിക്കുകയാണ്. അപ്പോൾ ഓർക്കണം, ഇവരോടാണ് പൗലോസ് വാണിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഓർക്കണം ദൈവമക്കളെ, നാം എത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് തോന്നിയാലും, നമുക്ക് ചിലപ്പോൾ തോന്നാം ആത്മീയ ഗോളത്തിൽ നമുക്ക് ചതിവൊന്നും പറ്റത്തില്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ വളരെ സ്ട്രോങ് ആണ്. ദൈവവചനത്തിൽ നമുക്ക് വളരെ ആഴത്തിലുള്ള ഗ്രാഹ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു സഭയുടെ ഭാഗമായി നമ്മൾ മെമ്പേഴ്സായിട്ടിരിക്കുന്നു. നമുക്കിങ്ങനെ പ്ലസ് പോയിന്റ്സ് ഒത്തിരി പറയാൻ നമുക്കുണ്ട്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ ഇതിനോട് നിങ്ങൾക്ക് വേണേൽ എന്ത് വേണേലും ആഡ് ചെയ്തു. ഇതെല്ലാം നമ്മളിങ്ങനെ ഉണ്ടെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഴ്ച പറ്റുകയില്ല, ചതിവ് പറ്റുകയില്ല എന്ന അർത്ഥമാകുന്നില്ല. അപ്പോഴും ചതിക്കപ്പെടുവാനുള്ളതായ സാധ്യത അവിടെയും ഉണ്ട്. അപ്പോൾ എന്തെല്ലാം കഴിവും പ്രാപ്തിയും നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവമക്കളെ, ഇവിടെ നോക്ക, ഈ സഭയോട് പറയുമ്പോൾ നിങ്ങളുടെ ക്രമവും ക്രിസ്തുയേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം അചഞ്ചലമാണെന്ന് പൗലോസ് തിരിച്ചറിയുന്നു. അവരുടെ വിശ്വാസത്തെ ഒരു കുറ്റവും പൗലോസ് പറയുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെയ്ത്ത് അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ട് എന്ന് പൗലോസ് സമ്മതിക്കുന്നു. എന്നിട്ടും 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഇത് എഴുതുമ്പോഴുള്ള പൗലോസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ആരും വശീകരണ വാക്കുകൊണ്ട് നിങ്ങളെ ചതിക്കരുത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ള ആളുകളോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ചതിവ് പറ്റരുത്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, നാം ഈ പ്രെയർ ലൈനിൽ നാം ആയിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് മറ്റൊരു വേദഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ്. നാം ആത്മീയ ഗോളത്തിൽ വീഴുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. ആത്മീയ ഗോളത്തിൽ കളങ്കിതരായി ആ നിലയിൽ ആയിത്തീരുന്നവരെ നാം കാണുന്നുണ്ട്. പക്ഷേ അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയ ഗോളത്തിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാരിൽ ആരെങ്കിലും ഈ പോർക്കളത്തിൽ വീഴുന്നു എന്ന് നാം കാണുമ്പോൾ സന്തോഷിക്കരുത്,
ഇന്നയിടത്തെ ഇന്നയാൾ വീണുപോയി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുകയല്ല, നാമും വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഒരാൾ വീണതുപോലെ തന്നെയുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനേക്കാൾ വ്യത്യസ്തങ്ങളായ നിലയിലുള്ള പരീക്ഷയാണ് അടുത്ത ദിവസം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നത് എന്നുള്ള ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ സ്ട്രോങ് ആയ വിശ്വാസമുള്ള, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ സ്ഥിരതയുള്ള, വളരെ ക്രമീകൃതമായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സൈന്യത്തെ പോലെ മുമ്പോട്ട് ചലിക്കുന്ന ഈ വിശ്വാസികൾ, അവരോട് പൗലൂസിന് പറയാനുള്ളത് ചതിവ് പറ്റരുത് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ രാത്രികാലം ദൈവമക്കളെ, ഇവിടെ ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇവിടെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ലൈക്ക് ആൻ ആർമി എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കുന്നതും ഒരു സൈനിക വ്യൂഹം എത്രമാത്രം സ്ഥിരതയുള്ളതാണോ, അവരുടെ ലക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ ടാർഗറ്റിനോടുള്ള ബന്ധത്തിൽ അവരെത്രമാത്രം സുസ്ഥിരമായ സ്റ്റാൻഡിൽ നിൽക്കുന്നുവോ, അതേപോലെ തന്നെ ആത്മീയ പോർക്കളത്തിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് 6-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്ന വിഷയം, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നടക്കുക. ഒരു തീർത്ഥാടകനെ പോലെ, ലൈക്ക് എ പിൽഗ്രീം. ഒരു തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ഇവിടം, നമുക്ക് ഭൂമി, ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ പരദേശികളാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ ഇതിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് വളരെ കുറവായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ വിശ്വാസി ഭൂമിയിൽ ഒരു തീർത്ഥാടകനെ പോലെയാണ്. നമ്മുടെ നടപ്പ് ഏത് വിധമായിരിക്കണമെന്ന് പൗലൂസ് ഈ ഭാഗത്ത് പറയുകയാണ്. അതായത് നാം മുമ്പുള്ള നടപ്പ് നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പുള്ള നടപ്പ് ഒരിക്കലും കർത്താവിന്റെ കൂടെ ആയിരുന്നില്ല. ആ പിശാചെന്ന യജമാനനെ സേവിച്ചുകൊണ്ടും അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും നടന്നിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട്. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ ഇപ്പോൾ ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ, മരിച്ച അവസ്ഥ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് വിശ്വാസത്താൽ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ഭാഗ്യം ലഭിച്ച ആളുകൾ കർത്താവിന്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് ചുമതല. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ചു നടക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ സ്റ്റെപ്പ് വെക്കുക, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദ്യമായ നിലയിൽ, യേശുക്രിസ്തുവിന്റെ ഹിതകരമായ നിലയിൽ ചുവടുകൾ വയ്ക്കുവാനുള്ള ചുമതല നമുക്കുണ്ട് എന്നുള്ളതാണ്. അവിടെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം എന്നുള്ളതാണ്. കൂട്ടായ്മ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കൊയ്നോനിയ എന്ന വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിക്കുന്നത്. കൊയ്നോനിയ. ഈ കൊയ്നോനിയ എന്ന വാക്ക് ഞാൻ വളരെ വേഗം പറയാം. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് 3 നിലയിൽ കൊയ്നോനിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, വ്യാപാര പങ്കാളിത്തമാണ്. 2 പേർ ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അത് കൊയ്നോനിയാണ്. ആ കൊയ്നോനിയ എന്ന് പറയുന്നത് ബിസിനസ് പങ്കാളിത്തമാണ്. അത് 2 പാർട്ട്നേഴ്സ് തമ്മിൽ ഒന്നിച്ച് അവരൊരു ബിസിനസ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു കൊയ്നോനിയ എന്ന് പറയുന്ന അർത്ഥമുണ്ട്. രണ്ടാമത്തേത് വിവാഹ ജീവിതം എന്ന് പറയുന്ന വിഷയത്തിലാണ്. ഭാര്യയും ഭർത്താവും 2 വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ജനിച്ച് വളർന്ന് വിവാഹത്തോടുകൂടി ഒന്നിക്കുകയാണ്. ആ വിവാഹത്തോടുകൂടി ഭാര്യയും ഭർത്താവും ഒന്നിക്കുമ്പോൾ അവിടെ ഒരു കൊയ്നോനിയ രൂപപ്പെടുകയാണ്, ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതായ ബന്ധത്തോടുള്ള നിലയിൽ. മൂന്നാമതായിട്ട് മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തെ കൊയ്നോനിയ എന്ന് പറയുന്ന പദം കൊണ്ട് കാണിക്കുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന പദം അതാണ്, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള കൊയ്നോനിയ, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ നടക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഒരു വാക്കൂടെ ഞാൻ അതിനോട് ചേർന്ന് പറയട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ, നിങ്ങൾ ആ പദം ഓർക്കണം, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും കൈക്കൊണ്ടത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും കൈക്കൊണ്ടത് വിശ്വാസത്താലാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും വിശ്വാസത്താൽ കൈക്കൊണ്ടു.
വിശ്വാസത്താൽ കൈക്കൊണ്ടു എങ്കിൽ നമ്മുടെ നടപ്പ് എന്ന് പറയുന്നത് അതിനോട് ചേർത്തത് വായിക്കുമ്പോൾ വിശ്വാസത്തിൽ നടപ്പീൻ എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വാസത്തിൽ കൈക്കൊണ്ടതുപോലെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നടക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ. അതുകൊണ്ടാണ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത് പോലെ, ദൈവമക്കളെ നമ്മൾ വിശ്വാസത്താൽ ചുവടുകൾ വെക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ യേശുവിനെ ഞാനും നിങ്ങളും വിശ്വാസത്തോടുകൂടി കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചതുപോലെ ഈ ഓരോ ദിവസവും ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കുവാൻ നമുക്ക് കഴിയണം. ലൈക്ക് എ പിൽഗ്രീം, ലൈക്ക് എ പിൽഗ്രീം അല്ലെങ്കിൽ തീർത്ഥാടകനെ പോലെ. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ച ആത്മീയ ജീവിതത്തിലെ പടവുകളാണ്. നമ്മൾ കയറുന്ന വ്യത്യസ്തങ്ങളായ പടവുകൾ കയറി ദൈവസന്നിധിയോട് നമ്മൾ ഉയർന്ന ലെവലിൽ വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. അതിലൊന്നാമത്തെ നമ്മൾ കണ്ടു സ്ഥിരതയും, അതുപോലെ തന്നെ ലൈക്ക് ആൻ ആർമി എന്നുള്ള നിലയിൽ അവിടെ അവരുടെ ക്രമവും അതുപോലെ തന്നെ സ്ഥിരതയും എന്നുള്ളതായ വിഷയം നമ്മൾ കണ്ടു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ലൈക്ക് എ പിൽഗ്രീം എന്നുള്ള നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൊയിനോനിയ എന്നുള്ളതായ നിലയിൽ കൂട്ടായ്മ ബന്ധത്തിൽ വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിലുള്ള കൂട്ടായ്മ ബന്ധത്തിൽ തുടരുവാൻ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുന്ന രണ്ടാമത്തെ വിഷയമാണ്. അപ്പോൾ ഈ കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത് നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഞാൻ ദൈവമക്കളെ ഒരു കാര്യം, ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഞായറാഴ്ചത്തെ ഒരു സഭായോഗം മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എബ്രായ ലേഖനത്തിൽ കാണുന്ന പോലെ ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നത് പറഞ്ഞത് സൺഡേയിലെ ഒരു യോഗത്തിന്റെ മാത്രം കാര്യമല്ല. ദൈവമക്കൾ കൂടുന്ന ആത്മീയ കൂട്ടങ്ങളെല്ലാം കൂട്ടായ്മ ബന്ധത്തിൽ നമ്മളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഈവൻ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ നമ്മൾ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ പോകുന്നു, സൺഡേ സ്കൂളിനുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവവചനം പഠിക്കുവാനായിട്ടിരിക്കുന്നു, ആരാധനയും നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. ഇതെല്ലാം എന്നെയും നിങ്ങളെയും കൂട്ടായ്മ ബന്ധത്തിൽ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അപ്പോൾ സൺഡേ ഒരു ആരാധനയ്ക്ക് ശേഷം വീണ്ടും അടുത്ത സൺഡേ കാണാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു അനുഭവമല്ല ഒരു ദൈവവേദലിന്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നത്. പ്രാർത്ഥനയ്ക്ക് അവസരം ലഭിക്കുമ്പോൾ കൂട്ടായ്മ ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ കൂട്ടായ്മ ബന്ധം സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ഏതെല്ലാം അവസരങ്ങൾ ലഭിക്കുന്നുവോ അതെല്ലാം ഉപയോഗിച്ച് മുന്നേറുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ സമയം തീരുകയാണല്ലോ. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ചതിവ് പറ്റരുത് എന്നുള്ളത് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ചതിവ് പറ്റാം എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കാരണം കൊലോസ്യയിലെ വിശ്വാസികളോട് പറയുന്നു, നിങ്ങളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അവരോടാണ് പറയുന്നത് ചതിവ് പറ്റരുത് എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ള നമ്മളോട് എത്രയധികം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഒരു മിലിറ്ററി സൈനിക വ്യൂഹം മുന്നേറുന്നത് പോലെ ക്രമമായും സ്ഥിരമായും മുന്നേറുവാൻ, ആത്മീയ ഗോളത്തിൽ മുന്നേറുവാനുള്ള ചുമതല എനിക്ക് നിങ്ങൾക്കുമുണ്ട്. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്തിൽ കൈക്കൊണ്ടതുപോലെ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഓരോ ദിവസവും കൂട്ടായ്മ ബന്ധത്തിൽ വിശ്വാസത്തിൽ ജീവിപ്പാൻ, വിശ്വാസത്തിൽ കൂട്ടായ്മ ബന്ധം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ രാത്രികാലം ദൈവ വചനത്തോടുള്ള ബന്ധത്തിൽ ലൈനിലായിരുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുറവുകളെ നമുക്ക് കാണാം. ദൈവസന്നിധിയിൽ വളരുവാൻ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ മാറിപ്പോകട്ടെ, മാറ്റിക്കളയുക, നീക്കിക്കളയുക. ദൈവസന്നിധിയിൽ വളരുവാൻ ഓരോ ദിവസവും നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഓരോ ചുവടുകൾ വെച്ച് മുന്നേറുവാൻ, രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ നിൽക്കുവാനല്ല, സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുവാൻ അല്ല, മുന്നോട്ട് പോകുവാൻ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പരമമൊഴിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സന്ധ്യാസമയം കൊലോസ്യലേഖനം 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി കർത്താവിന്റെ ദാസൻ നമ്മളെ പഠിപ്പിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആത്മീയതയുടെ പേരിൽ വിളിച്ച ദൂതന്റെ വേഷം കെട്ടി വരുന്നവർ നമ്മെ ചതിക്കാതിരിപ്പാൻ സൂക്ഷിക്കണമെന്ന കർത്താവിന്റെ ദാസൻ നമ്മൾ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ആത്മീയഗോളത്തിൽ ദുരുദ്ദേശം പെരുകിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ നമ്മൾ ഗൗരവത്തോടെ അത് കാണണം. പ്രൈസ് ഹല്ലേലൂയ.
ആത്മീയമായി വളർച്ച പ്രാപിക്കണം. ഫലകരമായ ക്രിസ്തീയമാണ് കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് നാം വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് പോലെ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടപ്പാൻ കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഫലകരമായ ക്രിസ്തുവിൽ നയിപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സന്ധ്യാസമയം കർത്താവിന്റെ വലിയ ദാസൻ നമ്മുടെ മധ്യ ഉപയോഗിച്ചല്ലോ. നമ്മുടെ ആത്മീയമായ ബലത്തിനും ശക്തിക്കും കാരണമാക്കി തീർത്തോർത്ത് സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വലിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം ഇപ്രയർ ലൈനില് അല്ലെ തിരുവേന പഠനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയ അവസരത്തിനായി സ്തോത്രം. അതിനെ പഠിപ്പാൻ കൃത്യനെ അൽവിയ ഞങ്ങളുടെ മധ്യേ അവിടുന്ന് ഉപയോഗിച്ചതിനാ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അൽവിയ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ ഞങ്ങളെ ദൈവത്തിന് സ്തോത്രം കാലാകാലങ്ങളായി അവിടുന്ന് വിളിച്ച് വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അൽവിയ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിന്ന് അൽവിയ ദൈവത്തിന് സ്തോത്രം ഫലകരമായ ക്രിസ്തുവിൽ നയിപ്പാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ ചെയ്യുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ മാനിച്ചാട്ട് അൽവിയെ ധാരാളമായി മാനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത് കർത്താവിന്റെ ഒരു താമസമെങ്കിൽ വരും ദിവസങ്ങളിലും അൽവിയ ഞങ്ങളുടെ മധ്യയെ അവിടുന്ന് ഉപയോഗിക്കാൻ പോകുന്ന സ്തോത്രം ചെന്നു സ്തുതിക്കുന്നു. ശുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറണമേ. കുടുംബമായി അവിടുന്ന് മാനിക്കുമാറാകണമേ. എല്ലാ ആവശ്യമുള്ള സ്വർഗം പ്രവർത്തിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങേ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവം അൽവിയ ദൈവത്തിന് സ്തോത്രം എല്ലാ മേഖലയിലും വിശാലത നൽകി അവിടുന്ന് മാനിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന പാട്ട് പാടിയ അൽവിയ നിരാശയെ ഏൽപ്പിക്കുന്ന പിതാവി ബലപ്പെടുത്തണമേ, ശക്തിയിരിക്കണമേ, ആരോഗ്യവും ബലവും കൊടുക്കണമേ. അൽവിയ കൊടുത്ത നല്ല താലന്തരായ സ്തോത്രം ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ സ്വർഗം കൊടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. സിസ്റ്ററായി കർത്താവിന്റെ വലിയ ായി അവരെ കുടുംബമായി തിരക്കരങ്ങളേൽപ്പി അവരെയും കുടുംബമായി അൽവിയ ദേശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ധാരാളമായ കൃപ വീണ്ടും പൗരുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദാസി ഏൽപ്പിക്കുന്നു. അൽവിയ കുടുംബമായി മാനിക്കുമാറണമേ. ദൈവത്തിന് സ്തോത്രമായി സഹായിച്ചൊരു ദാസി ഏൽപ്പിക്കുന്നു. ബലപ്പെടുത്തണമേ. കൃപയിൽ കാക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രബലനായിരുന്ന ഏവരെയും തിരക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഏവർക്ക് അനുഗ്രഹമായി തീർന്നതിനാ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. പ്രേരണനായ സ്തോത്രം. ഹല്ലേലൂയ. ദാസനെ കുടുംബമായി മാനിച്ചാട്ട് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കേൾക്കട്ട വചനം രാത്രികാലം ഞങ്ങൾ ഇടപെടുമാറണം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ക്രിയമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു പെറുക്കിക്കൊണ്ട് പോകാതെ വണ്ണം ദൈവത്തിന് സ്തോത്രം. രാത്രികാലങ്ങളിൽ അതേങ്ങളില് ദൈവത്തിന് സ്തോത്രം. അതേ 30, 60, 100 മിനിയായി വിളയത്തക്ക നിലയിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അടിങ്ങളുടെ ഹൃദയങ്ങളെ ക്രിയമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേരണയെ അനുഗ്രഹിച്ചാട്ട് സർവമഹത്വം അംഗീകരിപ്പിക്കുന്നു, താഴ്ത്തി പരിണമിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കർണോട് കേട്ട് ക്രോഡിത്തരമള്ളണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലവും കർത്താവിന്റെ വചനം ഹല്ലേലൂയ കേൾക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ പശുവ വിഭാഗത്താനത്തെ ഓർത്തോണി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. ഈ സെഷൻ ലീഡിയറായ കർത്താവിന്റെ ദാസൻ തങ്കച്ചാനുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ഹല്ലേലൂയ മനോഹരമായ ഗാനം പാടിയതായ പ്രിയ ആന്റിയോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അടുത്ത ദിവസം കർത്താവിന്റെ ദാസി നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. യാത്രയ്ക്ക് വേണ്ടി നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം നമുക്ക് ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം പ്രയർ ലൈനിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ വചനത്തിൽ നാം ഇന്ന് രാത്രികാലം കേട്ടതുപോലെ കൊളോസിയുള്ള ദൈവമക്കളെ കുറിച്ച് പൗലോസ് പറയുന്നത് പോലെ ഹല്ലേലൂയ നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ടു സന്തോഷിക്കുന്നു. നമ്മെക്കുറിച്ചും അങ്ങനെ കർത്താവ് പറയുവാനിടയായി തീരട്ടെ. അതിനായിട്ട് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. വശീകരണ വാക്കുകൊണ്ട് ആരും നമ്മെ ചതിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ദൈവസനയിൽ സമർപ്പിക്കപ്പെട്ടവരായി വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം വചനത്താൽ സർവത്തെയും ശോധന ചെയ്യുന്നവരായിരിക്കാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരോടുമുള്ള നന്ദി ഈ രാത്രികാലം പ്രയർ ലൈനിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. രാവിലെ സമയം 5 മണിക്ക് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. നാളെ വൈകിട്ട് 8 മണിക്ക് കുഞ്ഞുങ്ങളുടെ സെഷനും 9 മണിക്ക് മലയാളം പ്രയർ ലൈനും ഉണ്ടല്ലോ. ദൈവത്തിന്റെ സന്നയിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. See you again at 5 o'clock in the morning.
ക്രിസ്ത്യാനി ക്രിസ്തുവിൻ അനുയായി കഷ്ടം സഹിക്കാതെ നഷ്ടം വഹിക്കാതെ ക്രിസ്തുവിൻ മക്കളാകും